പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കബി. എല്ലാവർക്കും ഏകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഞാൻ നേരുന്നു. മേരി ക്രിസ്മസ്. സോ നമ്മൾ വാഴ്ത്തപ്പെട്ട ആൻകാതറിന് ലഭിച്ച ദർശനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തോടുകൂടി ക്രിസ്മസ് സീസൺ കഴിഞ്ഞിട്ടില്ല. ഡിസംബർ 25 മുതൽ ജാനുവരി 6 3 രാജാക്കന്മാരുടെ തിരുനാൾ വരെയാണ് ഒഫീഷ്യലി ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത്. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sic in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sic et nos dimittimus debitoribus nostris, et ne nos inducas in tentatione, sed libera nos a malo. ആമേൻ. അങ്ങനെ അവർ ബത്ലഹേമിലെത്തുകയാണ്. അവസാനത്തെ സത്രത്തിൽ നിന്ന് ബത്ലഹേമിലേക്കുള്ള ദൂരം ഏകദേശം 3 മണിക്കൂർ യാത്രയായിരുന്നു. മറിയവും ഔസേപ്പും വടക്ക് ഭാഗത്ത് കൂടി ചുറ്റി പടിഞ്ഞാറ് വശത്തിലൂടെ നഗരത്തെ സമീപിച്ചു. നഗരത്തിന് തൊട്ടുപുറത്ത് ഏകദേശം 1/4 മണിക്കൂർ നടന്നാൽ എത്തുന്ന ദൂരത്തിൽ വലിയ മുറ്റങ്ങളും ചെറിയ വീടുകളും ചുറ്റുമുള്ള ഒരു വലിയ കെട്ടിടമുണ്ടായിരുന്നു. അതിനു മുന്നിൽ മരങ്ങളും ചുറ്റും കൂടാരങ്ങളിൽ താമസിക്കുന്ന പലതരത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഈ വീട് ഒരു കാലത്ത് ഔസേപ്പിതാവിൻ്റെ പിതൃഭവനമായിരുന്നു. യുഗങ്ങൾക്ക് മുൻപ് ഇത് ദാവീദിൻ്റെ കുടുംബ കൊട്ടാരമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത് റോമൻ നികുതി പിരിവിനുള്ള കസ്റ്റംസ് ഹൗസായി ഉപയോഗിച്ചിരുന്നു. ബത്ലഹേമിൽ ഔസേപ്പിന് ഒരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സത്ര ഉടമയായിരുന്നു. അദ്ദേഹം ഔസേപ്പിതാവിൻ്റെ സ്വന്തം സഹോദരനായിരുന്നില്ല, മറിച്ച് ഒരു 2ാം അമ്മയിലുള്ള സഹോദരനായിരുന്നു. ഔസേപ്പ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയില്ല. ഔസേപ്പിന് 5 സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത്. 3 സ്വന്തം സഹോദരന്മാരും 2 2ാം അമ്മയിലുള്ള സഹോദരന്മാരും. ഔസേപ്പിതാവ് മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവനും വെളുത്ത നിറവും ചുവപ്പ് കലർന്ന ഉയർന്ന കവിളെല്ലുകളും ഉയർന്ന നെറ്റിയും തവിട്ട് നിറത്തിലുള്ള താടിയും ഉള്ളവനായിരുന്നു. അവരുടെ ചെറിയ കഴുതക്കുട്ടി അവിടെ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. അത് നഗരത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള നിരപ്പായ ഒരു താഴ്വരയിലേക്ക് ഓടിപ്പോയിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം അവർ പോകേണ്ട ഡയറക്ഷൻ കാണിച്ചു കൊടുത്തത് കഴുതയാണ്. ആ കഴുത ഇപ്പോൾ ഇല്ല. അത് ജെറുസലേമിൻ്റെ നഗരത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള നിരപ്പായ സ്ഥലത്തേക്ക് ഓടിപ്പോയെന്നാണ് പറയുന്നത്. പുതുതായി വരുന്ന എല്ലാവരും അവിടെ ഹാജരായി നഗരവാതിൽക്കൽ പ്രവേശിക്കാനുള്ള ടിക്കറ്റ് വാങ്ങേണ്ടിയിരുന്നതിനാൽ ഔസേപ്പ് നേരെ കസ്റ്റംസ് ഹൗസിലേക്ക് പോയി. നഗരത്തിന് ശരിയായ വാതിലുകളില്ലായിരുന്നു. എന്നാൽ ഒരു വാതിലിൻ്റെ അവശിഷ്ടങ്ങൾ പോലെ തോന്നിപ്പിക്കുന്ന തകർന്ന 2 മതിലുകൾക്കിടയിലായിരുന്നു പ്രവേശനം. ഔസേപ്പ് എത്തിയത് അല്പം വൈകിയാണെങ്കിലും ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ നന്നായി സ്വീകരിച്ചു. ഔസേപ്പിതാവും മറിയവും പിന്നീട് നേരെ ബത്ലഹേമിലേക്ക് പോയി. ഓരോ തെരുവിലും എത്തുമ്പോൾ മറിയത്തെയും കഴുതയെയും അവിടെ നിർത്തിയിട്ട് ഔസേപ്പ് സത്രം അന്വേഷിച്ച് നടക്കും. ആകുലതയോടെ ഔസേപ്പ് തിരികെ വരുന്നത് വരെ മറിയത്തിന് പലപ്പോഴും കാത്തു നിൽക്കേണ്ടി വന്നു. ഒരിടത്തും അവർക്ക് സ്ഥലം ലഭിച്ചില്ല. എല്ലായിടത്തു നിന്നും അവർ തിരിച്ചയക്കപ്പെട്ടു. ഇരുട്ടായി തുടങ്ങിയപ്പോൾ നഗരത്തിൻ്റെ മറുഭാഗത്ത് പോയാൽ താമസ സൗകര്യം കിട്ടുമെന്ന് ഔസേപ്പ് കരുതി. മലഞ്ചെരിവുകളിൽ വീടുകൾ ചിതറിക്കിടക്കുന്ന ഒരു നാട്ടുപാതയിലൂടെ അവർ നടന്നു. അവിടെ മനോഹരമായ ഒരു മരമുണ്ടായിരുന്നു. ഔസേപ്പ് മറിയത്തെയും മൃഗത്തെയും അവിടെ നിർത്തി വീണ്ടും സത്രം തേടിപ്പോയി. അദ്ദേഹം വീണ്ടാന്തരം കയറി ഇറങ്ങിയെങ്കിലും തൻ്റെ സുഹൃത്തുക്കൾ പോലും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കൂട്ടാക്കിയില്ല. ഇടയ്ക്ക് കരഞ്ഞുകൊണ്ട് മറിയത്തിൻ്റെ അടുത്തെത്തിയ ഔസേപ്പിനെ മറിയം ആശ്വസിപ്പിച്ചു. പ്രസവ സമയം അടുത്തുവെന്ന് കാരണം പറഞ്ഞ് സഹായം ചോദിക്കുമ്പോഴെല്ലാം ആളുകൾ അവരെ വേഗത്തിൽ ഒഴിവാക്കുമായിരുന്നു. അപ്പോഴേക്കും നേരം നന്നായി ഇരുട്ടിയിരുന്നു. മറിയം ആ മരച്ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. വെളുത്ത മൂടുപടം കൊണ്ട് അവളുടെ തല മറച്ചിരുന്നു. ഔസേപ്പ് ലഗേജുകൾ കൊണ്ട് മറിയത്തിന് ഇരിക്കാൻ ഒരു സൗകര്യം ഒരുക്കിയിരുന്നു. ആളുകൾ ബത്ലഹേമിലൂടെ തിരക്കിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിൽക്കുന്ന മറിയത്തെ പലരും കൗതുകത്തോടെ നോക്കി. ചിലർ അവളോട് ആരാണ് എന്ന് ചോദിച്ചിരിക്കാം. രക്ഷകൻ ഇത്ര അടുത്തുണ്ടെന്ന് അവർ അറിഞ്ഞില്ല. മറിയം വളരെ ക്ഷമയോടെ പ്രത്യാശയോടെ കാത്തിരുന്നു. ഒടുവിൽ വളരെ നിരാശയോടെ ഔസേപ്പ് മടങ്ങി വന്നു. അദ്ദേഹം കരയുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ബത്ലഹേമിന് പുറത്തുള്ള ഒരു ഗുഹയെക്കുറിച്ച് ഔസേപ്പ് ഓർത്തു. ഇടയന്മാർ തങ്ങളുടെ കന്നുകാലികളെ നഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇടമായിരുന്നു അത്. സഹോദരന്മാരിൽ നിന്ന് ഒളിച്ചിരിക്കാനും പ്രാർത്ഥിക്കാനും ഔസേപ്പ് മുൻപ് അവിടെ പോകാറുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ലെന്ന് അദ്ദേഹം കരുതി. അവിടെ അല്പനേരം വിശ്രമിച്ച ശേഷം വീണ്ടും അന്വേഷണം തുടരാമെന്ന് അവർ തീരുമാനിച്ചു.
അവർ ആ ഗുഹയിലെത്തിയപ്പോൾ മുമ്പ് കാണാതായ കഴുതക്കുട്ടി അവരെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മറിയം പറഞ്ഞു, നോക്കൂ, നമ്മൾ ഇവിടെ ആയിരിക്കണം എന്നത് ദൈവഹിതമാണ്. ഏകദേശം രാത്രി 8 മണിയോടെയാണ് അവർ അവിടെ എത്തിയത്. ഔസേപ്പ് വെളിച്ചം തെളിയിച്ച് ഉള്ളിൽ കയറി. ഗുഹയ്ക്കുള്ളിൽ എല്ലാം അലങ്കോലമായി കിടക്കുകയായിരുന്നു. ഔസേപ്പ് അത് വൃത്തിയാക്കി മറിയത്തിന് ഇരിക്കാനും കിടക്കാനും സൗകര്യമൊരുക്കി. ലഘുഭക്ഷണത്തിന് ശേഷം മറിയം വിശ്രമിക്കാനായി കിടന്നു. ഗുഹയുടെ പ്രവേശന കവാടത്തിൽ ഔസേപ്പ് തൻ്റെ കിടപ്പും തയ്യാറാക്കി. ഈ ഗുഹ ബത്ലഹേം മലനിരയുടെ അറ്റത്തായിരുന്നു. പ്രവേശന കവാടത്തിന് മുൻപിൽ മനോഹരമായ മരങ്ങളുണ്ടായിരുന്നു. ഗുഹയുടെ ഉള്ളിലെ ചുവരുകൾ പ്രകൃതിദത്തവും വൃത്തിയുള്ളതുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ പൗള ഇവിടെ ഒരു കോൺവെൻറ്റ് സ്ഥാപിച്ചതായും ഈ ഗുഹയുടെ മാതൃകയിൽ ഒരു പുൽക്കൂട് നിർമ്മിച്ചതായും ഞാൻ ദർശനത്തിൽ കണ്ടു. ഉണ്ണി ഈശോ പലപ്പോഴും വിശുദ്ധ പൗളേക്കും മകൾക്കും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അടുത്ത ദിവസം ഔസേപ്പ് അബ്രഹാമിൻ്റെ മുലയൂട്ടൽ ഗുഹ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് മറിയത്തിന് ഇരിക്കാനും കിടക്കാനും സൗകര്യമൊരുക്കുന്നത് ഞാൻ കണ്ടു. ഇത് പുൽക്കൂട് ഗുഹയേക്കാൾ വിശാലമായിരുന്നു. ഔസേപ്പ് പുൽക്കൂട് ഗുഹ താമസയോഗ്യമാക്കുന്നതുവരെ മറിയം ഏതാനും മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ചു. അദ്ദേഹം നഗരത്തിൽ നിന്ന് ചില പാത്രങ്ങളും ഉണങ്ങിയ പഴങ്ങളും കൊണ്ടുവന്നു. ഉണ്ണിയുടെ ജനന സമയം ഈ രാത്രിയിൽ ആയിരിക്കുമെന്ന് മറിയം അദ്ദേഹത്തോട് പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചതിന് ശേഷമുള്ള 9ാം മാസമായിരുന്നു അത്. ദൈവത്താൽ വാഗ്ദാനം ചെയ്യപ്പെട്ട അതിസ്വാഭാവികമായി ഗർഭം ധരിക്കപ്പെട്ട ഈ ശിശുവിനെ ഏറ്റവും ആദരവോടെ സ്വീകരിക്കാൻ തന്നാലാകുന്നതെല്ലാം ചെയ്യാൻ അവൾ ഔസേപ്പിനോട് അഭ്യർത്ഥിച്ചു. തങ്ങൾക്ക് അഭയം നൽകാത്ത കഠിനഹൃദയരായ ആളുകൾക്കായി തന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ അവൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. വൈകുന്നേരം 5 മണിയോടെ ഔസേപ്പ് മറിയത്തെ പുൽക്കൂട്ട് ഗുഹയിലേക്ക് തിരികെ കൊണ്ടുവന്നു. അദ്ദേഹം കൂടുതൽ വിളക്കുകൾ തൂക്കി തങ്ങളെ കാണാൻ പാടത്ത് നിന്ന് സന്തോഷത്തോടെ ഓടിവന്ന ചെറിയ കഴുതക്കുട്ടിക്ക് വേണ്ടി വാതിലിന് മുൻപിൽ ഒരു ഇടമൊരുക്കി. തൻ്റെ സമയം അടുത്തുവെന്നും പ്രാർത്ഥനയിൽ മുഴുകണമെന്നും മറിയം പറഞ്ഞപ്പോൾ ഔസേപ്പ് തൻ്റെ വിശ്രമ സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന മറിയത്തെ അദ്ദേഹം കണ്ടു. മറിയത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്താൽ ഗുഹ മുഴുവൻ നിറഞ്ഞിരുന്നു. കത്തുന്ന മുൾപടർപ്പിലേക്ക് നോക്കുന്ന മോശയെപ്പോലെ അദ്ദേഹം പ്രാർത്ഥനയോടെ നിലത്ത് വീണു. മറിയത്തിന് ചുറ്റുമുള്ള തേജസ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. അർദ്ധരാത്രിയിൽ അവളുടെ പ്രാർത്ഥന ഉന്നതമായ അവസ്ഥയിലെത്തി. അവൾ നിലത്ത് നിന്ന് അല്പം ഉയർന്നു നിൽക്കുന്നത് പോലെ തോന്നി. ആ നിമിഷം അവൾ ഉണ്ണി ഈശോയ്ക്ക് ജന്മം നൽകി. പ്രകാശിക്കുന്ന ഒരു ചെറിയ ശിശു മറിയത്തിൻ്റെ കാൽക്കൽ പരവതാനിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ആ പ്രകാശത്താൽ ഗുഹയിലെ പാറകളും ചുവരുകളും ജീവൻ തുടിക്കുന്നത് പോലെ തിളങ്ങി. കുറച്ച് സമയത്തിന് ശേഷം മറിയം ഉണ്ണിയെ എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു. മാലാഖമാർ മനുഷ്യരൂപത്തിൽ അവിടെ വണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ജനനത്തിന് 1 മണിക്കൂറിന് ശേഷം മറിയം ഔസേപ്പിനെ വിളിച്ചു. അദ്ദേഹം ഭക്തിയോടും വിനയത്തോടും കൂടി മുട്ടുകുത്തി ഉണ്ണിയെ വണങ്ങി. മറിയം ഉണ്ണിയെ തുണികളിൽ പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ കിടത്തി. അവരും ഔസേപ്പും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടെ നിന്നു. ഉണ്ണീശോ ജനിച്ച ആ രാത്രിയിൽ മറ്റൊരു ഗുഹയിൽ മനോഹരമായ ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ അർദ്ധരാത്രിയിൽ അത്ഭുതകരമായ പല കാര്യങ്ങളും സംഭവിച്ചു. നല്ല മനുഷ്യർ സന്തോഷത്താൽ നിറഞ്ഞു, ദുഷ്ടന്മാർ ഭയപ്പെട്ടു. മൃഗങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചു, ചെടികൾ പൂത്തുലഞ്ഞു. ബത്ലഹേമിലെ ഇടയന്മാർക്ക് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് ഈ സന്തോഷവാർത്ത അറിയിച്ചു. ഈശോ ജനിച്ച സമയത്ത് ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് കാതറിൻ വിശദീകരിക്കുന്നുണ്ട്. ജെറുസലേമിൽ ദേവാലയത്തിൽ സദുക്കായരുടെ എഴുത്തുകൾ അദൃശ്യമായ ഒരു ശക്തിയാൽ വലിച്ചെറിയപ്പെട്ടു. റോമിൽ യഹൂദർ താമസിച്ചിരുന്ന ഭാഗത്ത് ഒരു എണ്ണക്കിണർ സ്വയം പൊട്ടിപ്പുറപ്പെട്ടു. റോമിലെ ജൂപ്പിറ്റർ ദേവൻ്റെ പ്രതിമ തകർന്നു വീണു. ഒരു കന്യക മകനെ പ്രസവിക്കുമ്പോൾ വിഗ്രഹം തകരും എന്ന പഴയ പ്രവചനം സത്യമായതായി ആളുകൾ വിശ്വസിച്ചു. അഗസ്റ്റസ് ചക്രവർത്തിക്ക് ആകാശത്ത് കന്യകയുടെയും ശിശുവിൻ്റെയും ദർശനം ലഭിച്ചു. ഈജിപ്തിൽ അവിടുത്തെ വിഗ്രഹങ്ങൾ നിശബ്ദമായി. കന്യകയുടെ പുത്രൻ ജനിച്ചിരിക്കുന്നു, എനിക്ക് വഴിമാറേണ്ടതുണ്ട് എന്ന് പിശാച് വിളിച്ചു പറഞ്ഞു. 3 രാജാക്കന്മാർ. നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചിരുന്ന 3 രാജാക്കന്മാർ ആകാശത്ത് അത്ഭുതകരമായ ദർശനങ്ങൾ അവർക്ക് ലഭിച്ചു. കന്യകയും ശിശുവും ദിവ്യകാരുണ്യത്തിൻ്റെ അടയാളങ്ങളും അവർ ദർശനത്തിൽ കണ്ടു. ആ നക്ഷത്രം തങ്ങളെ വഴി നടത്തുന്നത് കണ്ട അവർ ഉടൻ തന്നെ സമ്മാനങ്ങളുമായി യാത്ര തിരിച്ചു. ഉണ്ണീശോയുടെ ജനനത്തിന് ശേഷമുള്ള അതിരാവിലെ 3 മുതിർന്ന ഇടയന്മാർ തങ്ങൾ ശേഖരിച്ച സമ്മാനങ്ങളുമായി പുൽക്കൂട് ഗുഹയിലെത്തി.
മാനുകളോട് സാമ്യമുള്ള ചില ചെറിയ മൃഗങ്ങളായിരുന്നു ആ സമ്മാനങ്ങൾ. അവ വളരെ ലഘുവായ ശരീരപ്രകൃതിയുള്ളവയും വേഗതയുള്ളതുമായിരുന്നു. നീളമുള്ള കഴുത്തും തെളിഞ്ഞ മനോഹരമായ കണ്ണുകളും അവയ്ക്കുണ്ടായിരുന്നു. ഇടയന്മാർ നയിക്കുന്ന നേർത്ത ചരടുകളിൽ തൂങ്ങി അവ അവർക്കൊപ്പം ഓടിവന്നു. കൂടാതെ ഇടയന്മാർ തങ്ങളുടെ കൈകളിൽ വലിയ ജീവനുള്ള പക്ഷികളെയും തോളിൽ ചത്ത പക്ഷികളെയും കരുതിയിരുന്നു. മാലാഖ തങ്ങളോട് അറിയിച്ച കാര്യങ്ങളെക്കുറിച്ചും വാഗ്ദാനം ചെയ്യപ്പെട്ട ശിശുവിനെ വണങ്ങാനും സമ്മാനങ്ങൾ അർപ്പിക്കാനും വന്നതാണെന്നും അവർ ഗുഹയുടെ പ്രവേശന കവാടത്തിൽ വെച്ച് ഔസേപ്പിതാവിനോട് പറഞ്ഞു. ഔസേപ്പ് അവരുടെ സമ്മാനങ്ങൾ സ്വീകരിക്കുകയും ഗുഹയുടെ വശത്തുള്ള ചെറിയ സെല്ലർ പോലുള്ള സ്ഥലത്തേക്ക് മൃഗങ്ങളെ കൊണ്ടുപോകാൻ അവരെ അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം അവരെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മറിയം പുൽക്കൂടിന് സമീപം നിലത്ത് ഒരു പരവതാനിയിൽ ഇരിക്കുകയായിരുന്നു. ഉണ്ണീശോ അവളുടെ മടിയിലുണ്ടായിരുന്നു. ഇടയന്മാർ തങ്ങളുടെ വടികൾ കൈകളിൽ പിടിച്ചുകൊണ്ട് മുട്ടുകുത്തി നിന്ന് സന്തോഷത്താൽ കരഞ്ഞു. അവർ ഏറെ നേരം അവിടെ മുട്ടുകുത്തി നിന്ന് ആത്മീയമായ മധുരം അനുഭവിച്ചു. പിന്നീട് അവർ മാലാഖമാരുടെ സ്തുതിഗീതവും എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു സങ്കീർത്തനവും ആലപിച്ചു. അവർ യാത്ര തിരിക്കാൻ ഒരുങ്ങിയപ്പോൾ മറിയം ഉണ്ണിയെ അവരുടെ കൈകളിൽ നൽകി. അന്ന് വൈകുന്നേരം മറ്റു ചില ഇടയന്മാരും സ്ത്രീകളും കുട്ടികളും സമ്മാനങ്ങളുമായി എത്തി. അവർ പുൽക്കൂട്ടിലെ ഉണ്ണിയുടെ മുൻപിൽ മനോഹരമായി സങ്കീർത്തനങ്ങൾ ആലപിച്ചു. ഓ ഉണ്ണി, നീ ഒരു റോസാപ്പൂവ് പോലെ വിരിഞ്ഞു നിൽക്കുന്നു, ഒരു വിളംബരക്കാരനായി നീ പുറത്തു വരുന്നു എന്നിങ്ങനെയുള്ള പല്ലവികൾ അവർ പാടുന്നുണ്ടായിരുന്നു. പക്ഷികൾ, മുട്ടകൾ, തേൻ, പല നിറത്തിലുള്ള നെയ്ത്ത തുണികൾ, പട്ടുനൂലുകൾ, ധാന്യക്കതിരുകൾ എന്നിവ അവർ കാഴ്ചവെച്ചു. ചൂരൽ ഇലകൾ പോലെ വലിയ ഇലകളുള്ള തണ്ടുകളിൽ വളരുന്ന ഭാരമേറിയ ധാന്യക്കതിരുകളും അവർ കൊണ്ടുവന്നിരുന്നു.